കേരളത്തിലെ ജയിൽ സംവിധാനത്തെ അതിന്റെ വിശ്വാസ്യതയും ധാർമ്മികതയും അടിമുടി പിടിച്ചിലയ്ക്കുന്ന അതീവ ഗുരുതരമായ അഴിമതി വിവരങ്ങളാണ് ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ജയിൽ വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൊടും ക്രിമിനലുകളിൽ നിന്നും അതുപോലെ കൊലക്കേസ് പ്രതികളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്ന് പോലും പദവി ദുരുപയോഗം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തൽ ജനാധിപത്യ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ജയിൽ വകുപ്പിന്റെ ചരിത്രത്തിൽ DIG റാങ്കിലുള്ള ഒരാൾ ഇത്തരത്തിൽ നേരിട്ടുള്ള പണമിടപാടിൽ പിടിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. വിരമിക്കാൻ കേവലം മാസങ്ങൾ മാത്രം, അതായത് കൃത്യമായി പറഞ്ഞാൽ 4 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് MK വിനോദ് കുമാർ എന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ നിഴലിലാവുന്നതും, അതായത് MK വിനോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ വിജിലൻസ് അന്വേഷണത്തിന്റെ നിഴലിലാകുന്നത് കേവലം ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നുകൂടി മനസ്സിലാക്കണം. മറിച്ച് നിഷേധിക്കാനാവാത്ത ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകളിൽ നിന്നും ഇയാൾ പണം കൈപ്പറ്റിയെന്നാണ് ഈ കേസിന്റെ രാഷ്ട്രീയമായും അതുപോലെ നിയമപരമായും അതീവ ഗൗരവമാക്കുന്നത്. TP ചന്ദ്രശേഖരൻ എന്ന ജനകീയ നേതാവിനെ 51 വെട്ടുകൾ വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ കൊടിസുനി ജയിലിനുള്ളിലിരുന്നും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും സ്വർണ്ണക്കടത്തും നിയന്ത്രിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ജയിൽ അധികൃതരുടെ ഒത്താശ ഉണ്ടെന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് വിനോദ് കുമാറിനെതിരെയുള്ള കണ്ടെത്തലുകൾ. കൊടിസുനിയുടെ അടുത്ത ബന്ധുവിൽ നിന്നാണ് വിനോദ് കുമാർ പണം വാങ്ങിയിരിക്കുന്നത്. പണം കൈമാറാൻ ഇവർ തിരഞ്ഞെടുത്തത് ഗൂഗിൾ പേ എന്ന ഡിജിറ്റൽ സംവിധാനമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം മണ്ടത്തരം ഒരു DIG നിന്ന് തന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പലരും ചോദിച്ചു വെക്കുന്നത്. സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കുമായി സുനിയുടെ ബന്ധുക്കളിൽ നിന്നും പണം എത്തിയതിൻ്റെ രേഖകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുമുണ്ട്. കൊടിസുനിയെ പോലുള്ള കൊടും ക്രിമിനലുകളുമായി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പുലർത്തുന്ന ഈ അവിശുദ്ധ ബന്ധം കേരളത്തിലെ ക്രമസമാധാനത്തെ നിലയിൽ തന്നെ വലിയ വെല്ലുവിളി ഉണ്ടാക്കണം. അതായത് കേരളത്തിൻ്റെ ക്രമസമാധാന നില എത്രത്തോളം വഷളായിരിക്കുന്നു എന്നുള്ളത് കൂടി ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. രാഷ്ട്രീയമായി അതീവ സ്വാധീനമുള്ള പ്രതികൾക്ക് ജയിൽ ഉദ്യോഗസ്ഥർ ദാസ്യപ്പണി ചെയ്യുന്നത് നിത്യമായി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നത് കൂടിയാണ്. ജയിൽ ചട്ടങ്ങൾ പ്രകാരം ഒരു തടവുകാരന് പരോൾ അനുവദിക്കുന്നതിനും ജയിലിനുള്ളിൽ നൽകുന്ന ആനുകൂല്യങ്ങൾക്കും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. തടവുകാരന്റെ സ്വഭാവം, ശിക്ഷാ കാലാവധി, കുടുംബപരമായ അടിയന്തര സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് സാധാരണഗതിയിൽ പരോൾ നൽകുക. ഇതിനായി ജില്ലാ കളക്ടറുടെയും പോലീസിന്റെ റിപ്പോർട്ടുകൾ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ വിനോദ് കുമാർ ഇത്തരം ചട്ടങ്ങളെയെല്ലാം പൂർണ്ണമായും കാറ്റിൽ പറത്തി പണം നൽകുന്നവർക്ക് റിപ്പോർട്ടുകൾ അനുകൂലമാക്കി മാറ്റാനും പരോൾ കാലാവധി അകാരണമായി നീട്ടിക്കൊടുക്കാനും ഇയാൾ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പരോൾ അനുവദിക്കാനും ലഭിച്ച പരോളിന്റെ കാലാവധി ചട്ടവിരുദ്ധമായി നീട്ടി നൽകാനും തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും ഇയാൾ നേരിട്ട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേവലം ഒരു തടവുകാരിൽ നിന്ന് മാത്രമല്ല, 8ഓളം തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും ഇത്തരത്തിൽ നേരിട്ട് പണം വാങ്ങിയതായി വിജിലൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1.80 ലക്ഷം രൂപ ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിനോദ് കുമാറിന്റെ അഴിമതി ശൃംഖല തടവുകാരിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല എന്നത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. തന്റെ അധികാര പരിധിയിലുള്ള താഴ്ന്ന റാങ്കിലെ ഉദ്യോഗസ്ഥരെയും ഇയാൾ പണത്തിനായി നിരന്തരം പീഡിപ്പിച്ചിരുന്നു. തെക്കൻ കേരളത്തിലെ ഒരു സബ് ജയിൽ സൂപ്രണ്ടിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുമുണ്ട്. സ്ഥലം മാറ്റത്തിനും വകുപ്പുതല നടപടികളിൽ നിന്ന് ഒഴിവാകാനും ജീവനക്കാർ DIGക്ക് വൻ തുക പണം നൽകേണ്ടി വന്നിട്ടുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഉദ്യോഗസ്ഥനായതിനാൽ ഇയാളെ ഭയന്നാണ് പലരും കീഴ്ക്കടങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജയിൽ സൂപ്രണ്ടുമാരെയും മറ്റ് ജീവനക്കാരെയും വിരട്ടി കാര്യങ്ങൾ നടത്തുന്ന രീതിയായിരുന്നു ഇയാൾ പിന്തുടർന്ന് വന്നിരുന്നത്. ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും പുറത്തേക്കുള്ളവരുമായി ബന്ധപ്പെടാനും പ്രതികൾക്ക് സൗകര്യമൊരുക്കിയത് ഈ ഉദ്യോഗസ്ഥന്റെ ഒത്താശയോട് കൂടിയായി തന്നെയായിരുന്നു. വിയ്യൂർ ജയിലിൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ഒരു വിരമിച്ച ജയിൽ ഉദ്യോഗസ്ഥനെ അയാൾ ഇടനിലക്കാരനാക്കിയിരുന്നു എന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇത് സൂചിപ്പിക്കുന്നത് ജയിൽ വകുപ്പിനുള്ളിൽ തന്നെ ഒരു വൻ അഴിമതി മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിനോദ് കുമാറിന്റെ സർവീസ് ചരിത്രം പരിശോധിച്ചാൽ അയാൾ ഒരു സ്ഥിരം നിയമലംഘകനായിരുന്നു എന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും. കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരിക്കെ ജോലിക്ക് ഹാജരാകാതെ മാസങ്ങളോളം ശമ്പളം വാങ്ങിയതിന് ഇയാൾ മുമ്പ് സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട്. പിന്നീട് TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് വിയ്യൂർ ജയിലിൽ വഴിവിട്ട ആഡംബര സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിനും ഇയാൾ രണ്ടാമതും സസ്പെൻഷനിലായി. എന്നാൽ ഓരോ തവണയും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ഇയാൾ ഇത്തരം നടപടിയിൽ നിന്നും ഊരിപ്പോരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വകുപ്പുതല സംഘടനകളും എല്ലാ വകുപ്പുതല അന്വേഷണങ്ങളെയും അട്ടിമറിക്കപ്പെടുകയും അഴിമതി ആരോപണ വിധേയനായ ഇയാൾക്ക് DIG ആയി സ്ഥാനക്കയറ്റം നൽകി ജയിൽ ആസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി പരാതികൾ വന്നപ്പോഴും ജോലിയിൽ വീഴ്ച വരുത്തിയപ്പോഴും DIGയെ മാറ്റണമെന്ന് ജയിൽ മേധാവികൾ പലതവണ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥന് ഭരണതലത്തിൽ നിന്നും ലഭിച്ച ശക്തമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇരട്ട സസ്പെൻഷൻ നേരിട്ടുള്ള ഒരാളെ ജയിൽ വകുപ്പിലെ അതീവ പ്രധാനപ്പെട്ട പദവിയിൽ ഇരുത്താൻ തന്നെ അഴിമതിക്ക് കുടപിടിക്കാൻ എന്ന ആരോപണം ഇപ്പോൾ ശരിവയ്ക്കപ്പെടുകയാണ്. ഇരട്ട സസ്പെൻഷൻ ഉണ്ടായ ഒരു മേധാവി, ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും ജയിൽ വകുപ്പിൻ്റെ ഉച്ചസ്ഥായിൽ കൊണ്ടിരുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ
അഴിമതിക്ക് കുട പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളല്ല. ഈ വിഷയത്തിൽ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയും അതുപോലെ വടകര MLA ആയ കെ രമ നടത്തിയ പ്രതികരണം അതീവ പ്രസക്തം കൂടിയാണ്. കൊടിസിനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് ജയിലിനുള്ളിൽ സർവ്വ സ്വാതന്ത്ര്യവും ലഭിക്കുന്നത് വിനോദ് കുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണം കൊണ്ട് മാത്രമാണെന്നാണ് രമ ആരോപിക്കുന്നത്. ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കൊടിസിനയുടെ ബന്ധുക്കളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ നിന്നും പണം DIGയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജയിൽ നിയമം നടപ്പിലാക്കുന്നത് ക്രിമിനലുകളാണ് എന്നുള്ളത് തന്നെയാണ്. കെ രമ ഇത്തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരെ വെറുതെ വിടുന്നതിന് നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. വധക്കേസ് പ്രതികളെ വഴിവിട്ട് സഹായിക്കുന്നവർക്ക് റിവാർഡ് നൽകുന്ന രീതിയാണ് സർക്കാരിൻ്റെയും അതുപോലെ ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ ആഞ്ഞടിക്കുന്നുണ്ട്. വിരമിക്കാൻ മാസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തത് കേവലം കണ്ണു തുടയ്ക്കാനുള്ള നടപടിയാകരുതെന്നും ക്രിമിനൽ നടപടികൾ ഇയാൾക്കെതിരെ ഉണ്ടാകണമെന്നും രമ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ വിപുലമായ അന്വേഷണം നടക്കുന്നത്. DIGയുടെയും ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. പൂജപ്പുര വിജിലൻസ് യൂണിറ്റ് DYSPക്കാണ് അന്വേഷണ ചുമതല. പണം വാങ്ങിയതിനു പുറമെ വിനോദ് കുമാർ സമ്പാദിച്ച അനധികൃത സ്വത്തുക്കളെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കുന്നുമുണ്ട്. സർവീസ് കാലയളവിൽ ഇയാൾ സമ്പാദിച്ച വസ്തുവകകളുടെ മൂല്യം തന്നെ ഇയാളുടെ ഔദ്യോഗിക വരുമാനത്തെക്കാൾ എത്രയോ മടങ്ങ് അധികമാണെന്നാണ് പ്രാഥമിക നിഗമനം. അതായത് മാസ വരുമാനത്തെക്കാളും അല്ലെങ്കിൽ വാർഷിക വരുമാനത്തെക്കാളും കോടികളുടെ ആസ്തിയാണ് ഇന്ന് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ കേസിലൂടെ ജയിൽ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കിലേക്കും ഇടനിലക്കാരിലേക്കും അന്വേഷണം നീളാനും സാധ്യതയുണ്ട്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ വഴി നേരിട്ട് കൈക്കൂലി വാങ്ങിയതിൻ്റെ ഡിജിറ്റൽ യുഗത്തിലെ അഴിമതിയുടെ പുതിയ മുഖമാണ് തുറന്നു കാട്ടുന്നത്. പണം കൈമാറിയ തടവുകാരുടെ ബന്ധുക്കളെയും വിയ്യൂർ ജയിലിലെ ഇടനിലക്കാരെയും വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യുകയും ചെയ്യും. കേരളത്തിലെ ജയിൽ ഭരണ സംവിധാനം എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. ജയിലുകൾ കുറ്റവാളികളെ മാനസികമായി മാറ്റിയെടുക്കുന്നതിനുള്ള തിരുത്തൽ കേന്ദ്രങ്ങളാകണമെന്ന ജസ്റ്റിസ് കൃഷ്ണയ്യർ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ നിരവധി പരിഷ്കരണ നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ പരിഷ്കരണ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ക്രിമിനലുകളിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി അവർക്ക് ജയിലിനുള്ളിൽ ജനകീയ സൗകര്യങ്ങൾ ഒരുക്കി രാജകീയമായ സൗകര്യങ്ങൾ വരെ ഒരുക്കി കൊടുക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ ആ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുന്നത് കൂടിയാണ്. ഒരു സാധാരണ തടവുകാരന് ലഭിക്കേണ്ട പരോൾ പോലും പണം നൽകിയാൽ മാത്രം ലഭിക്കുന്ന അവസ്ഥ ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യാനും അയാളെ ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയാണിത്. വിജിലൻസ് അന്വേഷണം ഓർമ്മിപ്പിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ ജയിൽ വകുപ്പിലെ പല ഉന്നതരുടെയും കസേര തെറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിവാദം കേരളത്തിലെ ജയിൽ പരിഷ്കരണ രംഗത്ത് നിർണായകമായൊരു തിരുത്തിക്കുറിക്കലിന് കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യാം. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ വിപുലമായ അന്വേഷണം നടക്കുന്നത്. DIGയുടെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ ചെറിയ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയത് വലിയ തരത്തിലുള്ള അഴിമതി വിവരങ്ങളാണ്, വലിയ തരത്തിലുള്ള കൈക്കൂലി വിവരങ്ങളാണ്. ഇത്തരത്തിൽ ഉള്ള അന്വേഷണങ്ങളെല്ലാം ഇപ്പോഴെത്തി നിൽക്കുന്നത് പെൻഷനാകാൻ ഇനി 4 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ കാലയളവിലാണ്. അപ്പോഴും ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതും ചോദ്യമാണ്. കാരണം ഇവർക്കെല്ലാവർക്കും നൽകുന്ന സ്വാധീനം അല്ലെങ്കിൽ ഇവർക്കെല്ലാവർക്കും ലഭിക്കുന്ന ഈ സ്വീകാര്യത, ഈ സ്വാധീനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നുള്ള പ്രസക്തമായി ചോദ്യം നിൽക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം സർക്കാർ തന്നെയാണ്. പിണറായി സർക്കാരിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും വലിയ തരത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ചീഞ്ഞളിഞ്ഞ അവസ്ഥയാണെന്ന് കൂടി എടുത്തു പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ അടിപൊളിയാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ എന്താണ് ചെയ്യുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ എത്രയോ മടങ്ങ് തൻ്റെ വാർഷിക വരുമാനത്തെക്കാളും അധികമായി സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യം നിൽക്കുന്നത്. ഇതൊന്നും കൂടാതെ 2 തവണ തുടർന്ന് സസ്പെൻഷൻ ലഭിച്ചിട്ടും ഇയാൾ വീണ്ടും ഈ പറഞ്ഞ ജയിൽ മേധാവിയുടെ ഏറ്റവും ഉന്നത മേധാവിയായി ഇരിക്കുമ്പോൾ അത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൊണ്ട് മാത്രം തന്നെയാണ്. ഇവിടെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന, പിണറായി വിജയനിൽ നിന്ന് ലഭിക്കുന്ന, CPM ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതും ജയിലിൽ കൊടും ക്രിമിനലുകൾക്ക് രാജകീയമായ ജീവിതം ലഭിക്കുന്നതും. ഈ കേസിലൂടെ ജയിൽ വകുപ്പിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാധ്യതകൾ ഇനി എന്താകുമെന്ന് മാത്രമാണ് അറിയേണ്ടിയിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുള്ള അന്വേഷണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതല്ല, കൃത്യമായുള്ള അന്വേഷണമാണ് നടക്കുന്നെങ്കിൽ പല ഉന്നതരും പുറത്താകുമെന്ന കാര്യത്തിൽ, പല ഉന്നതരുടെ പേരുകൾ വെളിവാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.